നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ പ്രകടനമാണ് ഇന്ത്യൻ സൈന്യം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന വൻതോതിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ ഏകോപനവും സജ്ജതയും ഉറപ്പുവരുത്തുന്ന ഈ അഭ്യാസങ്ങൾ അയൽ രാജ്യങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെയും പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ ശൃംഖലകളെയും സാരമായി ബാധിക്കുന്നു. ഭാരതം നടത്തുന്ന തൃശൂൽ പോലെയുള്ള മെഗാ സൈനിക അഭ്യാസങ്ങൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സൃഷ്ടിച്ച അപ്രതീക്ഷിത സ്തംഭനാവസ്ഥ ഈ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഭാരതം അതിർത്തികളിൽ വൻതോതിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ തുടരുന്നതിനിടെ ലഷ്കർ ഇ തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് തൻ്റെ ലാഹോറിലെ റാലി മാറ്റിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് പാകിസ്ഥാനിലെ തീവ്രവാദ ശൃംഖലകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ലഷ്കർ കേഡർമാർക്കും അനുഭാവികൾക്കും ഇടയിൽ പ്രചരിച്ച ഒരു സന്ദേശത്തെ തുടർന്നാണ് നവംബർ 2 നടത്താൻ നിശ്ചയിച്ചിരുന്ന റാലി അപ്രതീക്ഷിതമായി റദ്ദാക്കിയത്. സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി സയ്യിദ് തൻ്റെ ലാഹോറിലെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുവെ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട ഭീകര നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ തീരുമാനം അസാധാരണമാണ്. ഈ പെട്ടെന്നുള്ള പിന്മാറ്റം ലഷ്കർ, ജെയ്ഷെ ഇ മുഹമ്മദ് കേഡർമാർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. റാലി മാറ്റിവെച്ച വിവരം സംഘടനാ അനുയായികളെ അറിയിച്ചുകൊണ്ട് ഒരു ആഭ്യന്തര ആശയവിനിമയ സന്ദേശം പുറത്തിറക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊതു കൂടിച്ചേരലുകൾ ഒഴിവാക്കുവാനും സന്ദേശത്തിലൂടെ നിർദ്ദേശിച്ചു. ലഷ്കറിൻ്റെ പ്രാദേശിക ശൃംഖലകളിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പതിവായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഭീകര നേതാവ് സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഒളിവിലേക്ക് മാറാൻ നിർബന്ധിതനാകുന്നു എന്നത് നിസ്സാരമായി കാണാനാകില്ല. ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ യുദ്ധസന്നാഹ പരിശീലനങ്ങൾ നടത്തുന്ന അതേ സമയത്ത് തന്നെ ഭീകര നേതാവ് റാലി റദ്ദാക്കിയത് ഭാരതത്തിൻ്റെ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഭീകര സംഘടനകൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചർ ഈ നീക്കങ്ങളുടെ സമയക്രമത്തിൽ ഞെട്ടുകയും അസ്വസ്ഥരാവുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ തൃശൂൽ പോലെയുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കേവലം സൈനിക പരിശീലനങ്ങൾക്കുമപ്പുറം തന്ത്രപരമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും സമാനതകളില്ലാത്ത ഏകോപനം ആവശ്യമായ സന്ദർഭങ്ങളിൽ ഭാരതത്തിന് അതിവേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കാൻ കഴിയുമെന്നതിൻ്റെ വ്യക്തമായ പ്രകടനമാണ്. ഇത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള ഭീകരർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഭാരതത്തിൻ്റെ സൈനിക സന്നാഹം ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു സുപ്രധാനമായ ഘടകമായി വർത്തിക്കുന്നു. ഒരു ചെറിയ പ്രകോപനത്തിന് പോലും കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഭീകരവാദികളെ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. സൈനികാഭ്യാസങ്ങൾ അതിർത്തിക്ക് സമീപം നടക്കുമ്പോൾ ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. ഈ അവസരത്തിൽ പരസ്യമായ കൂട്ടായ്മകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഭീകര നേതാക്കൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള ലക്ഷ്യമാവാതിരിക്കുവാൻ എടുക്കുന്ന മുൻകരുതലാണ്. ഹാഫിസ് സയ്യിദിൻ്റെ പെട്ടെന്നുള്ള പിന്മാറ്റം പാക് ഭീകര ശൃംഖലകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ കേഡർമാർക്കിടയിൽ ഈ തീരുമാനം അസ്വസ്ഥത ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേതാവ് സുരക്ഷാ ഭീഷണിയെ ഭയന്ന് ഒളിവിലിരിക്കുന്നത് അണികളുടെ മനോവീര്യം തകർക്കുവാൻ സാധ്യതയുണ്ട്. പൊതു കൂടിച്ചേരലുകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഭീകര സംഘടനകളുടെ ആസൂത്രണ ഏകോപന ശ്രമങ്ങളെ സാരമായി ബാധിക്കും. ഇത് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കോ ആക്രമണങ്ങൾക്കോ താൽക്കാലികമായെങ്കിലും തടസ്സമുണ്ടാക്കും. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഒരാൾ സ്വന്തം രാജ്യത്ത് സുരക്ഷാ ഭീഷണി ഭയന്ന് ഒളിവിലിരിക്കുന്നത് പാകിസ്ഥാനിൽ ഭീകരവാദികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണമാകും. ഭാരതത്തിൻ്റെ സൈനിക സജ്ജതയുടെയും പരിശീലനങ്ങളുടെയും ഫലപ്രാപ്തിയാണ് ഹാഫിസ് സയ്യിദിൻ്റെ പിന്മാറ്റം വെളിപ്പെടുത്തുന്നത്. കേവലം ആയുധബലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സൈനിക ശക്തി, മറിച്ച് അത് ശത്രുവിൻ്റെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അവരെ തളർത്തുന്ന തന്ത്രപരമായ കഴിവ് കൂടിയാണ്. സൈനികാഭ്യാസങ്ങൾ തുടരുന്നതിലൂടെ ഭാരതം നൽകുന്നത് ശക്തമായ ഒരു സന്ദേശമാണ്. അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത വില നൽകേണ്ടി വരും. ഈ തന്ത്രപരമായ മുന്നറിയിപ്പ് പാക് ഭീകര ശൃംഖലകളുടെ പ്രവർത്തനങ്ങൾക്ക്
താൽക്കാലികമായെങ്കിലും ഒരു ബ്രേക്ക് നൽകിയിരിക്കുന്നു എന്നത് ഒരു വലിയ വിജയമാണ്. പാകിസ്ഥാനിൽ ഭീകരവാദികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത് കാരണമാകും.